ഏലം കർഷകരെ ദുരിതത്തിലാക്കി തസ്കര ഭീഷണി. ഓരോ വർഷവും 10ഓളം ഏലക്ക മോഷണ കേസുകളാണ് കാർഷിക മേഖലയിൽ ഉൾപ്പെട്ട പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഉണ്ടാകുന്നതെന്നാണ് കണക്ക്. ഇവയിൽ ഏലത്തിന്റെ ശരം ഉൾപ്പെടെ ചെത്തിക്കൊണ്ടുപോകുന്നതാണ് കർഷകരെ തീരെ ദുരിതത്തിലേക്ക് എത്തിക്കുന്നത്. ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് ഏലക്ക മോഷ്ടാക്കളുടെ എണ്ണം പെരുകുകയാണ്. ഏകദേശം ഒരു വർഷത്തിനിടെ 10ഓളം കേസുകളാണ് ഹൈറേഞ്ചിലെ കാർഷിക മേഖലയിൽ ഉൾപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് വിവരം. ഇതിൽ മിക്ക കേസുകളിലും ഏലത്തോട്ടങ്ങളിൽ നിന്നുമാണ് മോഷണം നടന്നിട്ടുള്ളത്. ബാക്കിയുള്ളവ സ്റ്റോറുകളിൽ നിന്നും ഏലക്ക വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നുമാണ്. തോട്ടങ്ങളിലെ മോഷണങ്ങളിൽ ഭൂരിഭാഗവും ഏലച്ചെടിയുടെ കായുണ്ടാകുന്ന ശരം ഉൾപ്പെടെ മുറിച്ചു കടത്തിയാണ്. ഇതാണ് ഏലം കർഷകരെ ദുരിതത്തിലേക്ക് നയിക്കുന്നത്. ഏലത്തിന്റെ തട്ട നട്ട് 2 വർഷം കഴിയുമ്പോഴാണ് വിളവെടുപ്പ് നടത്തുന്നത്. ഇതിൽ പുതിയ ചിമ്പ് 1 വർഷം പൂർത്തിയായ ശേഷമായിരിക്കും കായുണ്ടാകുന്ന ശരം കിളിർക്കുന്നത്. തുടർന്ന് കൃത്യമായ പരിപാലനത്തിലൂടെയാണ് കർഷകർ ഏലക്ക വിളവെടുപ്പിലെത്തിക്കുന്നത്. ഇത്തരത്തിൽ വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ പരിപാലിച്ചു പോരുന്ന ഏലം ചെടികളുടെ ശരം ഉൾപ്പെടെയാണ് മോഷ്ടാക്കൾ ചെത്തിയെടുക്കുന്നത്. ശരം ചെത്തിയെടുക്കുന്നതോടെ ആ ചിമ്പിലെ കായ്ഫലം ഇല്ലാതാകുന്നു. ഈ ചിമ്പിൽ മറ്റൊരു ശരം കിളിർക്കുന്നതിനും സാധ്യത വളരെയേറെ കുറവാണ്. പിന്നീട് തട്ടയിൽ പുതിയ ചിമ്പ് മുളച്ച് പാകമായി പുതിയ ശരം വളർന്ന ശേഷമേ ഏലക്ക ഉണ്ടാവുകയുള്ളൂ. ഇതിന് ഏകദേശം 1.5 വർഷത്തോളം സമയമെടുക്കും. ഈ സാഹചര്യമാണ് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നത്. ഏലം കൃഷിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ 2024 വരൾച്ച ഏലം കർഷകനെ ഏറ്റവും കൂടുതൽ ബാധിച്ച 2024 കാരണം കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ വരൾച്ച വന്നത് 2024. ഈ ഉണക്കിനെ എല്ലാം അതിജീവിച്ച് ഇപ്പം ഏലകൃഷി ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് കർഷകർ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പം വ്യാപകമായിട്ടുള്ള മോഷണം ഈ കഴിഞ്ഞ വർഷം തൊട്ട് വില മെച്ചപ്പെട്ടതെന്നുകൊണ്ടായിരിക്കാം. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ 2024 തൊട്ട് ഇങ്ങോട്ട് ഇപ്പം ഇതേവരെ ഇപ്പം സീസൺ അല്ലെങ്കിൽ പോലും ഇപ്പോഴും ഏലക്കാട്ടിൽ മോഷണം നടക്കുന്നു. ഇപ്പോഴത്തെ മോഷണത്തിൻ്റെ പ്രത്യേകത നമ്മൾ പണ്ടെങ്കിലും കണ്ടിട്ടില്ലാത്ത വിധം ഏലത്തിൻ്റെ ശരം ചൂടെ ചെത്തിയെടുത്തുകൊണ്ട് പോവുക. 1-2 കായ എടുത്തുകൊണ്ട് പോയാൽ വീണ്ടും ശരത്തിൽ കായ ഉണ്ടാകും. എന്നാൽ ശരം ചെത്തിക്കൊണ്ട് പോയാൽ പിന്നെ അടുത്ത ചിമ്പുണ്ടായി അതേ നിന്ന് ശരം ഉണ്ടായെങ്കിൽ മാത്രമേ കർഷകന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരാദായം കിട്ടൂ. കഴിഞ്ഞ ദിവസം വാലുമേൽ ജോസഫ് ചാക്കോ പട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്ന ഏലത്തോട്ടത്തിൽ നിന്നും ശരം ഉൾപ്പെടെ പറിച്ചുകടത്താൻ ശ്രമിച്ച മുണ്ടക്കയം കുട്ടിക്കൽ സ്വദേശി കുന്നേൽപ്പറമ്പിൽ സുബിൻ വിശ്വംഭരനെ പോലീസ് പിടികൂടിയിരുന്നു. മുമ്പും ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് മോഷ്ടാക്കളെ അമർച്ച ചെയ്യുന്നതിനുള്ള നടപടികൾ പോലീസ് അധികാരികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. മോഷ്ടാക്കൾക്കു പുറമെ വിലയിടിവും വളം, കീടനാശിനി എന്നിവയുടെ വില ഉയർന്നതും തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും തൊഴിലാളികളുടെ കൂലി വർധനവും മറ്റും പ്രതിസന്ധികളാണ്. ഇതിനോടൊപ്പമാണ് കാലാവസ്ഥാ വ്യതിയാനവും വിവിധങ്ങളായ കീടബാധയും. ഇതെല്ലാം ചെറുകിട കർഷകരെയാണ് ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഇക്കാര്യങ്ങളിൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും ഹൈറേഞ്ചിലെ ഏലം കാർഷിക മേഖല കടന്നുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.